എൻ്റെ വീട്ടിൽ 3 പെൺപിള്ളേരാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. ഞാൻ നടുക്കഷനാണേ. ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പരിചയപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഞങ്ങളുടെ അടുത്ത് പറയാറുള്ള കാര്യം, 3 പെൺപിള്ളേരാകുമ്പോൾ നല്ല രസമായിരിക്കില്ലേ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാലോ എന്ന്. എല്ലാം പറഞ്ഞ അവസാനം അവരുടെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ നമ്മൾ തല്ലുപിടിക്കാറുണ്ടോ? ആ ചോദ്യത്തിന് ചെറിയൊരു ചിരിയും ചിരിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കും. പക്ഷെ സത്യം അതൊന്നുമല്ല കേട്ടോ. വി ഫൈറ്റ് ലൈക്ക് ഹെൽ. ഒരു 1-2 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങളെ 3 പേര് ഒരു റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു 3-4 ലോക മഹായുദ്ധം തന്നെ ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു വാക്കുതർക്കത്തിൽ തുടങ്ങി കയ്യാങ്കളിയിൽ വരെ അവസാനിച്ചേക്കണ എത്ര ചരിത്രങ്ങൾ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഞങ്ങൾ വഴക്കൂടുന്ന അതേ സ്പീഡിൽ മിക്കപ്പോഴും പാച്ചപ്പ് ആവാറുണ്ട്. നമ്മൾ ഈ ഓണത്തിനും ക്രിസ്മസിനൊക്കെ കടയിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ബണ്ടിൽ ഓഫേഴ്സ് വരാറില്ലേ, അതുപോലെയായി സിസ്റ്റേഴ്സ്. നമ്മുടെ മെൻറ്റേഴ്സും സ്റ്റൈലിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റും ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സും ഒക്കെ അവരാ. പലപ്പോഴും അവർ നമ്മുടെ പേഴ്സണൽ ബാങ്കും കൂടിയാണ്. പലിശയില്ല, എന്നാൽ മിക്കപ്പോഴും മുതലും തിരിച്ചു കൊടുക്കണ്ട. അപ്പച്ചൻ്റെ അടുത്ത് അമ്മച്ചിയുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയാനും എന്നാൽ എന്ത് തോന്നിയാസത്തിനും കൂടെ നിൽക്കാനായിട്ട് ഇവർ മതി. ഒറ്റൊരു ഫോൺ കോളിൽ ആ ദിവസത്തെ മുഴുവൻ മൂഡ് അപ്പാടെ മാറ്റാനായിട്ട് ഇവരെ കൊണ്ടേ പറ്റൂ. നല്ല വിഷമത്തിൽ ആകെ ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഹലോ മതി ചിലപ്പോഴൊക്കെ നമ്മൾ ചീറപ്പാവാൻ. പക്ഷെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അവരെ വിളിച്ചാലോ ആ ഒറ്റൊരു ഹലോയില് നമ്മുടെ മൂഡ് മൊത്തം കളയാനും ഇവരെ കൊണ്ടേ പറ്റൂ. അതാണ് സിസ്റ്റേഴ്സ് തമ്മിലുള്ള ബോണ്ട്. Messy and chaotic, but stronger than anything else in the world. And today, as I watch my sister step into her forever, I can't help but feel proud and so grateful for this crazy, beautiful bond we share.